ഇപ്പം നമുക്ക് ഡിഗ്രി വേണോ അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ പറ്റുമോ, ഇത് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അയക്കാൻ പറ്റുക. ഇപ്പം നമ്മളൊരു RBI അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമുക്ക് എത്ര രൂപയായിരിക്കും സാലറി ആയിട്ട് കിട്ടുക, അതേപോലെ തന്നെ ഒരുപാട് അലവൻസസും പെർക്സും ഒക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, നമുക്കൊരു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ? ഇപ്പം നമ്മൾ SC ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS ഇങ്ങനെയൊക്കെ കാറ്റഗറി സെപ്പറേറ്റ് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ CGPA ഇങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ടാകും. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്, ഈ RBI അസിസ്റ്റൻ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന ജോലിയാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റുമോ? ഈസി എക്സാം ആണോ അതോ ടഫ് എക്സാം ആണോ? ഇപ്പം ഏത് ഡിഗ്രി ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് പെർസെൻറ്റേജ് ഇത്ര വേണമെന്ന് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ടോ? അതായത് ഇത്ര 60% വേണം അല്ലെങ്കിൽ 50% വേണം, അങ്ങനെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഇവിടെ RBI പറയുന്നുണ്ടോ? 2023 RBI അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം ഇപ്പൊ 2026 വീണ്ടും RBI അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ കുറേയധികം ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഇല്ലേ? ഉണ്ട്. എങ്കിലേ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് എല്ലാം ചോദിച്ചോ, നമുക്കതെല്ലാം അങ്ങ് ക്ലാരിഫൈ ചെയ്താലോ? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ RBI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്ത് പോസ്റ്റാണ്? RBI അസിസ്റ്റന്റ് എന്ന് കേൾക്കുമ്പോൾ അത് ഏത് പോസ്റ്റ് ആണെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നാം. നമ്മുടെ ബാങ്ക് ജനറൽ ആയിട്ട് വിളിക്കുന്നത് PO പോസ്റ്റിലേക്കും ക്ലർക്ക് പോസ്റ്റിലേക്കുമാണ്. അപ്പോൾ ക്ലർക്ക് പോസ്റ്റിലേക്ക് പല ബാങ്കും പല പേരിലാണ് വിളിക്കുക. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ലർക്ക് പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഈ RBI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഇപ്പോൾ SBI ആണെങ്കിൽ അവർ ജൂനിയർ അസോസിയേറ്റ് എന്ന് പറയും, RRB ആണെങ്കിലും ഓഫീസ് അസിസ്റ്റന്റ് എന്നാ പറയുക. IBPS വരുമ്പോഴത്തേക്കിന് നമ്മൾ IBPS ക്ലർക്ക്. സോ ഈ RBI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ലർക്ക് പോസ്റ്റ്. ഈ നോട്ടിഫിക്കേഷനകത്തിലെ 650 എന്ന വേക്കൻസി കാണിക്കുന്നത്, ആ 650 എന്ന് സൂചിപ്പിക്കുന്നത് എന്താ ശരിക്കും? ഈ 650 എന്ന് പറയുന്നത് പാൻ ഇന്ത്യ വേക്കൻസിയാണ്. ക്ലർക്ക് പോസ്റ്റിലേക്ക് വിളിക്കുമ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ് വരുന്നത്. അതായത് നമുക്ക് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ എല്ലാ സ്റ്റേറ്റും കൂടെയുള്ള വേക്കൻസിയാണ് 650. നമ്മൾ അയക്കുന്ന സ്റ്റേറ്റിലെ ഭാഷ നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടുത്തെ സാധാരണ ആൾക്കാരുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് അയക്കുന്ന സ്റ്റേറ്റിലെ ഭാഷ അറിവുണ്ടായിരിക്കണം. ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷനകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരം ഇത്ര വേക്കൻസി, ചെന്നൈ ഇത്ര വേക്കൻസി. ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് RBIയുടെ വെബ്സൈറ്റ് ത്രൂ എന്ന് തൊട്ട് എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സാം ഫീസ് എത്രയാണ്? നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 16 തൊട്ട് മാർച്ച് 8 വരെ മാത്രമാണ്. ആ സമയത്ത് തന്നെ നമ്മൾ ഫീസ് അടയ്ക്കുകയും വേണം. അപ്പം നമ്മൾ മാക്സിമം തെറ്റാതെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇനി അഥവാ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ പോലും നമുക്കൊരു മോഡിഫിക്കേഷൻ വിൻഡോ, എഡിറ്റ് വിൻഡോ ഓപ്പൺ ആകും. അതെന്നാന്നുള്ളത് ബാങ്കിന്റെ വെബ്സൈറ്റ് ത്രൂ നമ്മളെ അറിയിക്കും. പിന്നെ നോട്ടിഫിക്കേഷനിൽ എന്നാണ് എക്സാം നടക്കാൻ പോകുന്നത് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 11 പ്രിലിംസ്, ജൂൺ 7 മെയിൻസ് വരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് SC ST അതേപോലെ തന്നെ എക്സ് സർവീസിനും PWBDക്കും 50 രൂപ മാത്രമാണ്. ബാക്കി എല്ലാ കാറ്റഗറിക്കും 450 രൂപയാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്? ഇപ്പം നമുക്ക് ഡിഗ്രി വേണോ അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ പറ്റുമോ? ഇത് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് അയക്കാൻ പറ്റുക? നമ്മളിപ്പോൾ ഏത് പോസ്റ്റ് ആണെങ്കിലും ബാങ്ക് എക്സാമിന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. അത് ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BDS ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പാസ്സായിരിക്കണം. ഇപ്പോൾ അവർ ഡേറ്റ് പറഞ്ഞേക്കുന്നത് 1/2/2026 എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ 1/2/2026 അവരുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണോ? അതിന്റെ യാതൊരു ആവശ്യമില്ല. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രിയുടെ ഫൈനൽ പെർസെൻറ്റേജ് എത്രയാണ്, പിന്നെ നമ്മളുടെ റിസൾട്ട് വന്ന ഡേറ്റ് മാത്രമാണ് ചോദിക്കുന്നത്. ഫൈനലി നമ്മളുടെ പ്രിലിംസും മെയിൻസും ഒക്കെ കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തേക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. നിങ്ങൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, പക്ഷെ ഓൺലൈനായിട്ട് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഏത് ഡിഗ്രി ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് പെർസെൻറ്റേജ് ഇത്ര വേണം എന്ന് ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ടോ? അതായത് ഇത്ര 60% വേണം അല്ലെങ്കിൽ 50% വേണം, അങ്ങനെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഇവിടെ RBI പറയുന്നുണ്ടോ? RBI അസിസ്റ്റന്റിന് അങ്ങനെ ഒരു പെർസെൻറ്റേജ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ വേറെ ഏത് ബാങ്ക് എക്സാമിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡിഗ്രി പാസ്സായാൽ മതി എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ RBI 50% മാർക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാസ് മാർക്ക് മാത്രം മതി എന്ന് പറയുന്നത്
PWBDക്കും SC/STക്കും മാത്രമാണ്. ബാക്കി ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഡിഗ്രിക്ക് 50% മാർക്ക് വേണം. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പൊ 49.99% ആണെങ്കിലും അത് 50%-ത്തിൽ താഴെയായിട്ട് മാത്രമേ അവർ കണക്കാക്കൂ. സോ കൃത്യമായ പെർസെൻറ്റേജ് നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇപ്പൊ 50% വേണമെന്ന് നിർബന്ധമാണ്. അപ്പൊ ചില യൂണിവേഴ്സിറ്റിയൊക്കെ ഈ പെർസെൻറ്റേജ് ആയിട്ടായിരിക്കത്തില്ല തരിക, CGPA ആയിട്ടായിരിക്കും തരിക. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ മനസ്സിലാക്കുക ഇത്ര പെർസെൻറ്റേജ് ഉണ്ടോ ഇല്ലയോ എന്ന്? അതിന് RBI ഒരു കറക്റ്റ് കാര്യം പറയുന്നുണ്ടോ, ഇത്ര GPA ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണെന്ന്? അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ചില യൂണിവേഴ്സിറ്റീസിൽ നമ്മളുടെ റിസൾട്ട് വരുന്നത് GPA ആയിട്ടാണ്, CGPA ആയിട്ടാണ്. ചിലതിൽ പെർസെൻറ്റേജും കൊടുക്കാറുണ്ട്, അതായത് മാർക്കും കൊടുക്കും, GPAയും കൊടുക്കും. ചിലതിൽ CGPA മാത്രമായിരിക്കും. അപ്പോൾ ഇനി എൻ്റെ CGPA 50% ആണോ എന്ന് മനസ്സിലാക്കാൻ ചില ആസ്പിറൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ചിലതിൽ യൂണിവേഴ്സിറ്റി തന്നെ പറയും നിങ്ങൾ CGPA ഇങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ടാകും. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. ഇല്ലെങ്കിൽ RBI പറഞ്ഞിട്ടുണ്ട് അവർ ഏറ്റവും മിനിമം, അതായത് 5.75 CGPA ആണ് 50% കണക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5.75 GPAയിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ, എത്ര വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? അപ്പം നമുക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ എല്ലാ കാറ്റഗറിക്കും ഈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് സെയിം ആണോ? ഓക്കെ, നമുക്ക് RBI അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 20 വയസ്സും മാക്സിമം 28 വയസ്സും ആയിരിക്കണം. അവർ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/2/2026 ബേസ് ചെയ്തിട്ടാണ്. സോ അവർ 2 ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്, അതായത് 2/2/1998നും 1/2/2006നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റ് ഓഫ് ബർത്തും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം നമ്മളൊരു RBI അസിസ്റ്റൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമുക്ക് എത്ര രൂപയായിരിക്കും സാലറി ആയിട്ട് കിട്ടുക? അതേപോലെ തന്നെ ഒരുപാട് അലവൻസസും പെർക്സും ഒക്കെ കിട്ടുന്നുണ്ടോ? അതെ, നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 29,000 രൂപയാണ് ബേസിക് പേ. പക്ഷെ നിങ്ങൾക്കതായിരിക്കില്ല അറിയേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ഇൻഹാൻസ് സാലറി തുടക്കത്തിൽ എത്ര കിട്ടുന്നു അതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 58,514 റുപ്പീസാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുക. ഒരുപാട് അലവൻസസും പെർക്സും ഒക്കെ നമുക്ക് RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ക്ലർക്കിന്റെ ജോലിയും ഒരു POയുടെ ശമ്പളവുമാണ് നമുക്ക് RBI അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പം നമ്മൾ SC/ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ EWS ഇങ്ങനെയൊക്കെ കാറ്റഗറി സെപ്പറേറ്റ് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യണോ? അതായത് ഇപ്പം നമ്മൾ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിലും EWS ആണെങ്കിലും SC/ST ആണെങ്കിലും നമ്മൾ ഏത് കാറ്റഗറി ആണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യണോ? വേണ്ട. നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് നമ്മൾ കൊണ്ടുപോയാൽ മതി. പക്ഷെ അവർ പറഞ്ഞിട്ടുള്ള, അതായത് 1 ഇയർ വാലിഡിറ്റി ഉള്ളതായിരിക്കണം. നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അത് എടുത്തു വെക്കുക. അതായത് ഇപ്പോൾ OBC ക്രീമി ലെയർ ആണെങ്കിൽ അത് നമുക്ക് OBC കാറ്റഗറി ആയിട്ട് കണക്കാക്കില്ല, അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലായിരിക്കും അത് പെടുന്നത്. ഇപ്പോൾ OBC നോൺ ക്രീമി ലെയർ ആണെങ്കിലും അല്ലെങ്കിൽ EWS ആണെങ്കിലും ബാങ്ക് ഏത് ഫോർമാറ്റിലാണോ പറഞ്ഞിട്ടുള്ളത് ആ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോഴേ എടുത്തു വെക്കുക. പിന്നെ ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ EWSന്റെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ വർഷത്തേക്കാണല്ലോ കൊടുക്കുക. ഇപ്പോൾ 2024-25 വർഷത്തെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് 2025-26 വാലിഡ് ആയിട്ടുള്ളത് വേണം നമ്മൾ എടുത്തു വെക്കാനായിട്ട്. ഈ RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന ക്ലർക്ക് എക്സാം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു കടമ്പ എന്താ? നമുക്ക് എത്ര കടമ്പ കടന്നാണ് നമുക്കൊരു RBI അസിസ്റ്റന്റ് ആകാനായിട്ട് പറ്റുക? ഇതിപ്പോൾ ഒരു ക്ലർക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3 കടമ്പയാണുള്ളത്. ആദ്യം ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാകും, അതിനുശേഷം മെയിൻസ് എക്സാം ഉണ്ടാകും. ക്ലർക്ക് ആയതുകൊണ്ട് ഇന്റർവ്യൂ ഇല്ല, പക്ഷെ നമുക്ക് LPT ഉണ്ടായിരിക്കും. LPT അല്ലെങ്കിൽ LLPT എന്ന് പറയും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ ഈ പ്രിലിംസിന്റെ മെയിൻസിന്റെ ഒക്കെ എക്സാം പാറ്റേൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? രണ്ടിനും ഒരേ സബ്ജക്റ്റും ഒരേ സിലബസും ഒക്കെ തന്നെയാണോ ചോദിക്കുക എക്സാമിന്? പ്രിലിംസിന് നമുക്ക് 3 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷ്, ക്വാണ്ട് ആൻഡ് റീസണിംഗ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ, 30 മാർക്ക്, 20 മിനിറ്റ് ആയിരിക്കും സമയം ഉണ്ടായിരിക്കുക. ഈ 20 മിനിറ്റ് എടുത്ത് പറയുന്നത് സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും. സെക്ഷണൽ ടൈമിംഗ് മാത്രമല്ല, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. ക്വാണ്ടും റീസണിങ്ങും 35 ക്വസ്റ്റ്യൻസ് വീതം, 35 മാർക്ക്, ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്കായിരിക്കും. ഓരോന്നിനും 20 മിനിറ്റ് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ 1 അവർ ആണ് ടൈം. സെക്ഷണൽ ടൈമിംഗ് ഉണ്ടായിരിക്കും, സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടായിരിക്കും, ഓവറോൾ കട്ട് ഓഫും ഉണ്ടായിരിക്കും.
നെഗറ്റീവ് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. യെസ്, 1/4 ആണ് നെഗറ്റീവ് മാർക്ക്. ഇത്രയുമാണ് പ്രിലിംസിന്റെ കാര്യം. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ 2 സബ്ജക്ട് കൂടെ ഉണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടും റീസണിങ്ങും ഇംഗ്ലീഷും ഉണ്ട്. അത് കൂടാതെ കറണ്ട് അഫേഴ്സും കമ്പ്യൂട്ടറിന്റെയും സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. എല്ലാം 40 ക്വസ്റ്റ്യൻ വീതമാണ്. 40 ക്വസ്റ്റ്യനും 40 മാർക്കും. ഇനി കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് ആണ്. നമുക്കിപ്പോൾ ജൂൺ 7 ആണല്ലോ മെയിൻസ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന് പിറകിലേക്കുള്ള ഒരു 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ഇപ്പൊ ഈ LPT എന്ന് പറഞ്ഞല്ലോ, ആ LPTയെ പറ്റിയിട്ടൊന്ന് കൂടുതലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്കിപ്പം ഏത് സ്റ്റേറ്റിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ടാണ് എന്താണ് ഈ LPT. ശരിക്കും നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നമ്മളിപ്പം ഇവിടെ കേരളത്തിലെ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ സാധാരണ ഒരാൾ ചെല്ലുമ്പോൾ അവിടെ സംസാരിക്കാൻ മലയാളത്തിലായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് തിരിച്ച് നമുക്കും മനസ്സിലാകണം. അത് നമുക്ക് ആ അവിടുത്തെ ഭാഷ അറിയാമോ എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ LPT എല്ലാവർക്കും ഉണ്ടായിരിക്കുമോ എന്നാണ് എല്ലാവരുടെയും ഒരു ഡൗട്ട്. അപ്പൊ ഏത് സ്റ്റേറ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് പഠിച്ചത്, നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം, നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ മിക്ക ബാങ്കുകളിലും പല രീതിയിലായിരിക്കും LPT നടത്തുക. ചിലപ്പോൾ അവരൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ എഴുതാനായിരിക്കും, ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിക്കാനായിരിക്കും. പല രീതിയിൽ LPT നടത്താം. നമുക്കിപ്പോൾ തമിഴ്നാട് അയക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് അയക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അപ്ലൈ ചെയ്യുന്നിടത്ത് നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് മെയിൻസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് LPT ഉണ്ടായിരിക്കും. അത് ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, നമുക്കൊരു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ ഉണ്ടോ? അതായത് ഇപ്പൊ എനിക്ക് നാട്ടിലാണ് ജോലി വേണ്ടത്, പക്ഷെ ഞാൻ വേക്കൻസി കൂടുതലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചെന്നൈയിൽ വെച്ചെങ്കിൽ എനിക്ക് അവിടെ കിട്ടി. അതിനുശേഷം എനിക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടുമോ? നമുക്ക് അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നാളൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ട് നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം ഇങ്ങോട്ടേക്ക് വരാൻ. പക്ഷെ അത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വേക്കൻസി ഉണ്ട്, എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം. നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്, ഈ RBI അസിസ്റ്റന്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന ജോലിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റുമോ? ഈസി എക്സാം ആണോ അതോ ടഫ് എക്സാം ആണോ? RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം വളരെ ഈസി എക്സാം ആണ്. പക്ഷെ ഒരു കാര്യം വരുന്നത്, എല്ലാവരും ഇത് ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ കിട്ടാൻ പാടാണ് എന്ന് പറയുന്നതിന്റെ റീസൺ കട്ട് ഓഫ് ഹൈ ആണ്. ഇപ്പൊ പ്രിലിംസിന്റെ കേസ് പറഞ്ഞാൽ എന്തായാലും 95+ കട്ട് ഓഫ് പോകും. മെയിൻസിന്റെ കേസ് പറഞ്ഞാൽ എന്തായാലും ഒരു 120+ കട്ട് ഓഫ് പോകും. നമ്മൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ട്രെൻഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈസി എക്സാം ആണ്, പക്ഷെ കട്ട് ഓഫ് ഹൈ ആയിരിക്കും. സോ സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തുള്ള പ്രാക്ടീസ് വളരെ അത്യാവശ്യം. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേയൊക്കെ ഡൗട്ട്സ് നിങ്ങളുടെ തീർന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇനിയും നിങ്ങളുടെ മനസ്സിൽ കുറേയധികം ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഒക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം താഴെ കമന്റ് സെക്ഷനിൽ പറയുക. അതിനുള്ള ഒരു ഉത്തരവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.